Good morning, my dear students. How are you all? അങ്ങനെ നമ്മൾ അഞ്ചാമത്തെ ഒരു വീഡിയോ ഓൺലൈൻ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ ഭാഗങ്ങളൊക്കെ ഫിലോസഫിയാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമ്മൾ കൂടുതൽ വൈകിപ്പിക്കുന്നില്ല. നമ്മുടെ ബാക്കിയുള്ള ആ ഒരു പോർഷനിലേക്ക് ഇന്ത്യൻ ഫിലോസഫി എന്നുള്ള മൊഡ്യൂളിൽ നമ്മൾ നോളജിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ബാക്കി ഇല്യൂഷൻ പറഞ്ഞു. അതിൻ്റെ ബാക്കി ഭാഗങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ഇല്യൂഷൻ്റെ ഓരോ സ്കൂൾസ് ഓഫ് ഫിലോസഫിയുടെ കൺസെപ്റ്റുകൾ നമ്മൾ വന്നു. ഒന്നാമത്തെ അസത്ഖ്യാതിവാദ, രണ്ടാമത്തേത് ആത്മഖ്യാതിവാദ, അങ്ങനെ രണ്ട് സിദ്ധാന്തങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി മൂന്നാമത്തെ നമ്മൾ വിശദീകരിക്കാനുള്ളത് ഇല്യൂഷനെ കുറിച്ചുള്ള മൂന്നാമത്തെ വ്യൂ പോയിൻ്റാണ്. തേർഡ് വൺ ദ അന്യതാഖ്യാതിവാദ. This view belongs to the Nyaya school, which is realistic in nature and believes in the reality of all things. ഇത് ഈ മൂന്നാമത്തെ സിദ്ധാന്തം, ഈ വീക്ഷണം ബിലോങ്സ് ടു ദ ന്യായ സ്കൂളിൻ്റേതാണ്. വിച്ച് ഈസ് റിയലിസ്റ്റിക്, നമ്മൾ യാഥാസ്ഥികവാദം സിദ്ധാന്തത്തിൽ ഊന്നി നിൽക്കുന്ന ഇൻ നേച്ചർ ആൻഡ് ബിലീവ്സ് ഇൻ ദ റിയാലിറ്റി ഓഫ് തിങ്സ്. ഇന്ന് അതേസമയത്ത് റിയലിസ്റ്റുകളാണെങ്കിലും അവർ ബിലീവ്സ് ഇൻ ദ റിയാലിറ്റി ഓഫ് തിങ്സ്, എല്ലാ വസ്തുക്കളും റിയൽ ആണ് എന്ന് വിശ്വസിക്കുന്നവർ തന്നെയാണ് അവർ. ദേ ഹോൾഡ് ദാറ്റ് ഇൻ ഇല്യൂഷൻ സംതിങ് ഈസ് പെർസീവ്ഡ് ആസ് അതർ ദാൻ വാട്ട് ഇറ്റ് റിയലി ഈസ്. അവരുടെ അഭിപ്രായത്തിൽ നമ്മൾ ഇല്യൂഷനിൽ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ സംതിങ് ഈസ് പെർസീവ്ഡ്, നമ്മൾ എന്തെങ്കിലും ഒരു വസ്തുവിനെ പെർസീവ് ചെയ്യാണ്, നമ്മളതിനെ വാച്ച് ചെയ്യുന്നത്. ആസ് അതർ ദാൻ വാട്ട് ഇറ്റ് റിയലി ഈസ്, അതെന്താണ് നമ്മൾ റിയലി അതെന്താണോ അതല്ലാത്ത ഒന്നായിട്ട് നമ്മൾ കാണുക എന്നുള്ളതാണ് ഇവരുടെ അഭിപ്രായം. ദ ഹോൾഡ് ദാറ്റ് ഇൻ ഇല്യൂഷൻ സംതിങ് ഈസ് പെർസീവ്ഡ്, നമ്മൾ മനസ്സിലാക്കപ്പെടുന്നു ആസ് അതർ ദാൻ വാട്ട് ഇറ്റ് റിയലി ഈസ്, അത് യഥാർത്ഥത്തിൽ എന്താണോ അതല്ലാത്ത ഒന്നായിട്ട് എന്നർത്ഥം. ദ ഷെൽ ആൻഡ് സിൽവർ ആർ ബോത്ത് സെപ്പറേറ്റ്ലി റിയൽ എന്നാണ് ഇവരുടെ അഭിപ്രായം. അതായത് ഇവിടെ ഷെൽ ആൻഡ് സിൽവർ ആർ ബോത്ത് സെപ്പറേറ്റ്ലി റിയൽ. ഇവിടെ ഷെല്ലും ഉണ്ട് സിൽവറും ഉണ്ട്. ഷെൽ ആൻഡ് സിൽവർ എന്നുള്ള ആ കൺസെപ്റ്റിൽ ഷെല്ലും സിൽവറും ഒരേ സമയം തന്നെ എന്താണ് റിയലായിട്ട് അവിടെ ഉണ്ട് എന്നാണ് ഇവർ പറയുന്നത്. ദ ഷെൽ ഈസ് പ്രസൻറ്റ് അറ്റ് ദ ടൈം ദ സിൽവർ എക്സിസ്റ്റ് സംവേർ എൽസ്. അങ്ങനെയാണ് ഇവർ ആ ആശയത്തെ വ്യാഖ്യാനിക്കുക. അതായത് ഷെല്ല് ഓൾറെഡി അവിടെ ആ കടൽ തീരത്ത് കിടക്കുന്നുണ്ട്, അതേ സമയത്ത് ദ സിൽവർ എക്സിസ്റ്റ് സംവേർ എൽസ്, വേറെ എവിടെയോ സിൽവർ ഉണ്ടാവാം. പക്ഷേ അവർ ആ സങ്കല്പത്തെ അങ്ങനെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ദിസ് വ്യൂ ഹാസ് ബീൻ ക്വസ്റ്റ്യൻഡ് ഓൺ ദി ഗ്രൗണ്ട് ദാറ്റ് ടു ബി കൺസിഡേർഡ് ആസ് റിയൽ ദ സിൽവർ ഷുഡ് ബി പ്രസൻറ്റ് ഹിയർ ആൻഡ് നൗ ആൻഡ് നോട്ട് എൽസ്വെയർ. ഇവരുടെ ഈ വീക്ഷണത്തെ എതിർക്കപ്പെട്ടതെന്ന് പറഞ്ഞുകൊണ്ട് കൺസിഡർ ആസ് റിയൽ, ഇത് റിയൽ ആവണം എന്നുണ്ടെങ്കിൽ, രണ്ടും റിയൽ ആവണം എന്നുണ്ടെങ്കിൽ ദ സിൽവർ ഷുഡ് ബി പ്രസൻറ്റ് ഹിയർ ആൻഡ് നൗ, സിൽവറും ഇത് തന്നെ വേണം, ഇതേ സമയത്ത് ഈ കടൽ തീരത്ത് പ്രസൻ്റ് ആവണം. ഹിയർ ആൻഡ് നൗ, ഇപ്പോൾ ആ സ്ഥലത്ത്, ആൻഡ് നോട്ട് എൽസ്വെയർ, വേറെ എവിടെയെങ്കിലും ഉണ്ട് എന്നുള്ള ഒരു കൺസെപ്റ്റ് അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ മൂന്നാമത്തെ അന്യതാഖ്യാതിവാദ എന്നുള്ള സിദ്ധാന്തത്തെ മറ്റുള്ള പല സ്കൂൾസും എതിർത്തത്. ദ ഫോർത്ത് വൺ ദ സദാസത്ഖ്യാതിവാദ. ദിസ് വ്യൂ ഈസ് ഹെൽഡ് ബൈ ദ സംഖ്യ സ്കൂൾ. ഈ സദാസത്ഖ്യാതിവാദ എന്നുള്ളത് സംഖ്യ സ്കൂളിൻ്റെ കൺസെപ്റ്റാണ്. According to them, under different conditions, the same thing can be regarded as both real and unreal. അവരുടെ സിദ്ധാന്തം അനുസരിച്ച് ഡിഫറെൻറ്റ് കണ്ടീഷൻസിൽ, പല സാഹചര്യങ്ങളിൽ ഒരേ വസ്തു തന്നെ എന്തായി മാറാം, റിഗാർഡഡ് ആസ് ബോത്ത് റിയൽ ആൻഡ് അൺറിയൽ, റിയലായിട്ടും അൺറിയലായിട്ടും പരിഗണിക്കപ്പെടാം എന്നർത്ഥം. ഒരു വസ്തുവിനെ റിയലായിട്ടും അൺറിയലായിട്ടും പരിഗണിക്കപ്പെടാം എന്നുള്ളതാണ് അവർ കണ്ടുപിടിച്ചത്. Therefore, in illusion there is apprehension of real and an unreal object. അപ്പോൾ ഈ ഒരു ഇല്യൂഷനിൽ അവർ പറഞ്ഞതനുസരിച്ച് ഒരു അപ്രിഹെൻഷൻ, ഒരു അണ്ടർസ്റ്റാൻഡിങ്, ഒരു തിരിച്ചറിവുണ്ട്, ഒരു കണ്ടെത്തലുണ്ട് എന്തിൻ്റെ, ഓഫ് എ റിയൽ, ഒരു റിയൽ ആയിട്ടുള്ള ഒന്നുമുണ്ട്, ആൻഡ് അൺറിയൽ ഒബ്ജക്റ്റ്, റിയൽ അല്ലാത്ത ഒന്നുണ്ട്. ഒന്ന് റിയലാണ്, മറ്റൊന്ന് റിയൽ അല്ല എന്ന് പറഞ്ഞ രീതിയിലാണ് അവരതിനെ അവതരിപ്പിച്ചത്. ദ സിൽവർ ഈസ് അൺറിയൽ. ഇവിടെ സിൽവർ എന്ന് പറഞ്ഞത് അൺറിയലാണ്, കാരണം അതില്ലാത്തതാണ്. ആസ് എ പാർട്ട് ഓഫ് ദ ഷെൽ, അതായത് ഷെല്ലിൻ്റെ ഭാഗമായിട്ട്, ഷെല്ലിൻ്റെ ഒരു ഭാഗത്ത് ഒരു സിൽവർ ഉണ്ട് എന്ന് പറഞ്ഞത് അൺറിയലാണ്. ബട്ട് റിയൽ ഇൻ സിൽവർ സ്മിത്ത് സ്റ്റോപ്പ്. അപ്പോൾ തൊട്ട് മുമ്പ് പറഞ്ഞ ആ ഒരു ആശയത്തിനോട് ഒരു സാദൃശ്യമുള്ളതാണിത്. അതായത് അത് റിയലാണ് ഇവിടെ സിൽവർ സ്മിത്ത്, അതായത് വെള്ളി കച്ചവടക്കാരൻ്റെ കടയിൽ, ഷോപ്പിൽ എന്തുണ്ടാവും, വെള്ളി ഉണ്ടാവും. പക്ഷേ ഈ ഒരു കടൽ തീരത്ത് ഷെല്ലിൻ്റെ ഒപ്പം സിൽവർ ഇല്ല. ആ സിൽവർ അൺറിയലാണെന്ന്, അതേസമയത്ത് സിൽവർ റിയലാണ് ഇവിടെ ഷോപ്പിൽ എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഒരു കൺസെപ്റ്റ്
ഈ ഒരു വീക്ഷണത്തെയും എന്ത് ചെയ്തു അൺഅക്സെപ്റ്റബിൾ ആയിട്ടാണ് കണ്ടത് മറ്റുള്ള സ്കൂളുകൾ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇറ്റ് അസ്യൂംസ് ദാറ്റ് സംതിങ് അൺറിയൽ ക്യാൻ ബി പെർസീവ്ഡ്. പ്രത്യേകിച്ചും നമ്മൾ അൺറിയൽ ആയിട്ടുള്ള എന്തെങ്കിലും വസ്തുക്കളെ നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ള ഒരു ആശയം ഇവർ വെച്ച് പുലർത്തുന്നത് കൊണ്ട് ഇതിനെ മറ്റുള്ളവരൊക്കെ എതിർക്കുകയാണ് ഉണ്ടായത്. നെക്സ്റ്റ് ഫിഫ്ത്ത് വൺ, ദ ഖ്യാതിവാദ. According to the Prabhakara Mimamsa school, illusion is not due to wrong apprehension of one thing as another. ഇവർ അക്കോർഡിംഗ് ടു പ്രഭാകര മീമാംസ സ്കൂൾ, അവരാണ് ഇതിൻ്റെ അഖ്യാതിവാദ. അവരുടെ അഭിപ്രായത്തിൽ ഇല്യൂഷൻ എന്ന് പറയുന്നത് ഈസ് നോട്ട് ഡ്യൂ ടു റോങ് അപ്രിഹെൻഷൻ, അതൊരു റോങ് അപ്രിഹെൻഷൻ കൊണ്ട് ഉണ്ടാവുന്നതല്ല, ഓഫ് വൺ തിങ് ആസ് അനദർ, ഒരു വസ്തുവിനെ മറ്റൊന്നായിക്കൊണ്ട്, ബട്ട് ഓൺലി ഡ്യൂ ടു ലാക്ക് ഓഫ് അപ്രിഹെൻഷൻ ഓഫ് ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ദ ടു. പക്ഷേ ഉണ്ടാവുന്നത് എന്തുകൊണ്ട് മാത്രമാണ്? ഓൺലി ഡ്യൂ ടു ലാക്ക് ഓഫ് അപ്രിഹെൻഷൻ. അപ്രിഹെൻഷൻ എന്ന അണ്ടർസ്റ്റാൻഡിങ്, തിരിച്ചറിവില്ലാതാവലാണ് ഓഫ് ദ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ദ ടു. അതായത് ഈ രണ്ട് തമ്മിലുള്ള, ഇവിടെ സിൽവറും പിന്നെ ഷെല്ലും തമ്മിലുള്ള ഡിസ്റ്റിങ്ഷൻ അത് മനസ്സിലാക്കാൻ കഴിയാതെ വരലാണെന്ത് ഇവിടെ സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഇല്യൂഷനെ കുറിച്ച് അവർ പറഞ്ഞത്. ഡ്യൂ ടു ലാക്ക് ഓഫ് അപ്രിഹെൻഷനാണ് ഇവിടെ ഉണ്ടാവുന്നത് എന്ന് അവരെ പറയാം. ഓഫ് ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ദ ടു, ഇത് രണ്ടും തമ്മിൽ വേർതിരിക്കുന്നതിനുള്ള. സീയിങ് ദ ബ്രൈറ്റ്നെസ് ഓഫ് ദ ഷെൽ റിവൈവ്സ് ദ മെമ്മറി ഓഫ് സിൽവർ. ഇവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ഷെല്ലിൻ്റെ ആ തിളക്കം കാണുമ്പോൾ അത് അവൻ്റെ മെമ്മറിയിലേക്ക് എന്തിനെ കുറിച്ച് കൊണ്ടുവരുന്നു? സിൽവറിനെ കൊണ്ടുവരുന്നു. ആൻഡ് ഇല്യൂഷൻ അറൈസസ് വെൻ വി ഫെയിൽ ടു സീ ഡിഫറൻസ് ബിറ്റ്വീൻ ആക്ച്വൽ പെർസെപ്ഷൻ ആൻഡ് മെമ്മറി. അവിടെ മെമ്മറിയും ആക്ച്വൽ പെർസെപ്ഷനാണ് എന്താണ്? ആ ഷെല്ലാണ്. മെമ്മറി എന്ന് പറഞ്ഞത് സിൽവറും. അത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കാൻ കഴിയാതെ പോകുമ്പോഴാണ് ഇവിടെ എന്ത് സംഭവിക്കുന്നത്? ഇല്യൂഷൻ സംഭവിക്കുന്നത്. അവിടെ നോട്ട് ചെയ്യേണ്ടത് ബ്രൈറ്റ്നെസ് ഓഫ് ദ ഷെൽ എന്നുള്ളത് നമ്മളെ മെമ്മറിയിലാണുള്ളത്. അതേസമയത്ത് സിൽവർ എന്നുള്ളത് ആ ഷെൽ എന്നുള്ളത് നമ്മളെ പെർസീവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഡിസ്റ്റിങ്ഷൻ നടത്താൻ കഴിയാതെ പോവുക എന്നുള്ളതാണ് അവിടെ ഇല്യൂഷൻ സംഭവിക്കാൻ കാരണം എന്നാണ് അവർ പറയുന്നത്. ദിസ് വ്യൂ ഈസ് നോട്ട് അക്സെപ്റ്റഡ് ബൈ അതർ സ്കൂൾസ്. മറ്റുള്ളവർ ഇത് സ്വീകരിച്ചിട്ടില്ല. ബിക്കോസ് ഇൻ ഇല്യൂഷൻ ദ എറർ ഈസ് നോട്ട് പാസീവ് ആക്ട്. എറർ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു പാസീവ് ആക്ട് അല്ല ഓഫ് ഒമിഷൻ, ബട്ട് ആൻ ആക്റ്റീവ് കേസ് ഓഫ് കമ്മീഷൻ. അതായത് പാസീവ് ആക്ട് ഓഫ് ഒമിഷൻ അല്ല എററിൽ എന്ന് പറഞ്ഞാൽ, ഒമിഷൻ എന്ന് പറഞ്ഞാൽ ഒഴിവാക്കലല്ല, ബട്ട് ആൻ ആക്റ്റീവ് കേസ് ഓഫ് കമ്മീഷൻ, കൂട്ടിച്ചേർക്കലാണ് ആക്റ്റീവ് കേസായിട്ടുള്ള. അതായത് ഒന്നിനെ ഒഴിവാക്കലല്ല ഇവിടെ എറർ എന്ന് പറയുന്നത് ഇല്യൂഷനിൽ, മറിച്ച് ബട്ട് ആൻ ആക്റ്റീവ് കേസ് ഓഫ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ അതിനെ ഇങ്ങോട്ട് കൂട്ടിച്ചേർക്കുന്നൊരു കേസാണ്. നെക്സ്റ്റ് സിക്സ്ത് വൺ, ദ വിപരീത ഖ്യാതിവാദ. ദിസ് ഈസ് ദ വ്യൂ ഹെൽഡ് ബൈ ഭട്ട മീമാംസ സ്കൂൾ. ഭട്ട മീമാംസ സ്കൂള് അവരുടെ ആശയമാണത്. ഇൻ ദയർ വ്യൂ, ഇല്യൂഷനെ കുറിച്ചുള്ള അവരുടെ കൺസെപ്റ്റ്. ഇൻ ദയർ വ്യൂ ഇല്യൂഷൻ ഈസ് നോട്ട് ഡ്യൂ ടു മിയർ ഒമിഷൻ ഓർ ദ ലാക്ക് ഓഫ് ഡിസ്ക്രിമിനേഷൻ ബിറ്റ്വീൻ ടു കോഗ്നിഷൻസ്. അവരുടെ അഭിപ്രായത്തിൽ ഇല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഈസ് നോട്ട് ഡ്യൂ ടു മിയർ ഒമിഷൻ, വെറും ഒമിഷൻ കൊണ്ട് എന്ന് പറഞ്ഞാൽ ഒന്നും ഇല്ലാതാക്കുക, അവിടെ ഒമിറ്റ് ചെയ്യപ്പെടുക, ഓർ ദി ലാക്ക് ഓഫ് ഡിസ്ക്രിമിനേഷൻ ബിറ്റ്വീൻ ടു, അല്ലെങ്കിൽ രണ്ട് കൊഗ്നീഷൻ, ഇവിടെ അത് സിൽവറാണ്, അത് ഷെല്ലാണ് എന്നുള്ള ആ രണ്ട് കൊഗ്നീഷൻ ഇടയിൽ വേർതിരിക്കാൻ കഴിയാതെ വരെ എന്നുള്ളത് കൊണ്ടല്ല എന്നാണ് ഇവർ പറയുന്നത്. മറിച്ച് ബട്ട് ഡ്യൂ ടു കമ്മീഷൻ ഓഫ് റോങ് സിന്തസിസ് ഓഫ് ടു അൺറിലേറ്റഡ് കൊഗ്നീഷൻസ് ആസ് വൺ. അവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ കമ്മീഷൻ ഓഫ് റോങ് സിന്തസിസ്, രണ്ട് മിക്സിങ് ഓഫ് ടു അൺറിലേറ്റഡ് കൊഗ്നീഷൻ, അതായത് ബന്ധമില്ലാത്ത രണ്ട് കൊഗ്നീഷൻസ്, രണ്ട് വിവരങ്ങൾ നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഒരുമിച്ച് കൂട്ടുകയാണ് എന്നുള്ളതാണ് അവിടെ പ്രശ്നം. ആസ് വൺ, ഒന്നായിക്കൊണ്ട്. രണ്ടും ബന്ധമല്ലേ, ഷെല്ല് വേറെയാണ്, സിൽവർ വേറെയാണ്, അങ്ങനെ രണ്ട് സെപ്പറേറ്റായി കിടക്കുന്ന അൺറിലേറ്റഡ് കൊഗ്നീഷൻസാണത്. ആ രണ്ട് കൊഗ്നീഷൻസിനെ എന്ത് ചെയ്യുന്നു? ഒരു റോങ് തെറ്റായ രീതിയിൽ നമ്മൾ മിക്സ് ചെയ്ത് ഒരുമിച്ച് കൂട്ടുന്നു എന്നുള്ളതാണ് ഇവിടെ സംഭവിക്കുന്നത് എന്നാണ് ഇവർ പറയുന്നത്. ദ ഇൻഡിവിജ്വൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഷെൽ ആൻഡ് ദ സിൽവർ ആർ ഓവർലുക്ക്ഡ് ഓൺ അക്കൗണ്ട് ഓഫ് ദ കോമൺ ക്വാളിറ്റി ഓഫ് ബ്രൈറ്റ്നസ്. ഇവിടെ ഷെല്ലും സിൽവറും നമ്മൾ എന്ത് ചെയ്യുന്നു? ആ രീതിയിൽ കാണപ്പെടുന്നത് അതിൻ്റെ രണ്ടിനുള്ള സ്വഭാവ ഗുണം കോമൺ ക്വാളിറ്റി ഓഫ് ബ്രൈറ്റ്നസ്, രണ്ടും നല്ല തിളക്കമുണ്ട് എന്നുള്ളൊരു ക്വാളിറ്റിയുടെ പേരിൽ നമ്മൾ രണ്ടിനെയും ഒരുമിച്ച് കൂട്ടപ്പെടുകയാണ് എന്നാണ് ഇവർ പറയുന്നത്. ദ പ്രോബ്ലം വിത്ത് ദിസ് വ്യൂ, ഈ വീക്ഷണത്തിനുണ്ടായിരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ
is that it accepts error as an committed by the subject. ഇവിടെ എറർ സംഭവിച്ചിട്ടുള്ളത് സബ്ജക്റ്റിൻ്റെ അടുത്താണ് എന്നാണ് അവർ പറയുന്നത്. വ്യൂ ദാറ്റ് ഇറ്റ് ആക്സെപ്റ്റ്സ്, അത് അംഗീകരിക്കുന്നുണ്ട് അവർ എറർ ആസ് ആൻ ആക്ട്, എററിനെ ഒരു ആക്ട് ആയിക്കൊണ്ട് കമ്മിറ്റഡ് ബൈ ദ സബ്ജക്റ്റ് ചെയ്തൊരു എറർ ആയിക്കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്. അപ്പോൾ ഈ ആക്ട് എന്ന് പറഞ്ഞാൽ ഈ കമ്മീഷൻ രണ്ടിനെ കൂടെ ഒന്നിച്ച് കൊണ്ടുവരിക എന്നുള്ള ആ ഒരു ആക്ട് അത് എററായിട്ടാണ് ഇവർ ആക്സെപ്റ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് 7th വൺ, അനിർവചനീയ ഖ്യാതിവാദ. ദിസ് വ്യൂ ഈസ് ഹെൽഡ് ബൈ അദ്വൈത വേദാന്ത സ്കൂളാണ് ഈ ഒരു ആശയം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇല്യൂഷനെ കുറിച്ച്. അക്കോർഡിംഗ് ടു ദം ഈവൻ ഇൻ ഇല്യൂഷൻ, അവർ പറഞ്ഞ ഇല്യൂഷനിൽ സിൻസ് ദ കൊഗ്നീഷൻ ഈസ് ഇമ്മീഡിയറ്റ് ആൻഡ് ഡയറക്റ്റ്, അവിടെ സംഭവിക്കുന്നത് കൊഗ്നീഷൻ, നമ്മൾ ആ പെട്ടെന്ന് ഷെല്ല് കാണുമ്പോൾ സിൽവർ ആണെന്ന് മനസ്സിലാക്കുന്നത്, ഇറ്റ് ഈസ് ഇമ്മീഡിയറ്റ് ആൻഡ് ഡയറക്റ്റ്, പെട്ടെന്നും നേരിട്ടുമാണ്. ദ സിൽവർ ഷുഡ് ബി കൺസിഡേർഡ് ആസ് റിയൽ, ഇവിടെ സിൽവറിനെ നമ്മൾ എന്താക്കി കാണണം, റിയൽ ആയിട്ട് കാണണം. ബട്ട് ഇറ്റ് കാനോട്ട് ബി റിയൽ, പക്ഷെ അത് റിയൽ ആവാൻ സാധ്യതയുമില്ല. കാരണം ബിക്കോസ് ഇറ്റ് ഡിസപ്പിയേഴ്സ് ആസ് സൂൺ ആസ് ദ മിസ്റ്റേക്ക് ഈസ് റിയൽ. അപ്പോൾ നമ്മൾ അടുത്ത് ചെന്ന് ഷെല്ലെടുക്കുന്ന സമയത്ത് ആ ഒരു മിസ്റ്റേക്കാണ് നമ്മൾ ചിന്തിച്ചത് എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, റിയലൈസ് ചെയ്യുന്നത് കൊണ്ട് അതൊരിക്കലും റിയൽ ആവില്ല എന്നുള്ളതാണ് അവർ പറഞ്ഞത്. ദസ് ദ സിൽവർ ഇൻ ദിസ് കേസ് ഈസ് നെയ്തർ റിയൽ നോർ റിയൽ. ഈ ഒരു കേസിൽ സിൽവർ എന്ന് പറയുന്നത് നെയ്തർ റിയൽ നോർ അൺറിയൽ, അത് റിയലും അല്ല അൺറിയലും അല്ല എന്ന് പറഞ്ഞാൽ ഒരിക്കലും റിയൽ ആവുന്നുമില്ല അൺറിയൽ ആവുന്നുമില്ല എന്നുള്ളതാണ് ഇവർ പറഞ്ഞത്. ഇറ്റ് ഈസ് ഡിഫൈനബിൾ, അത് നമുക്ക് എങ്ങനെ വ്യാഖ്യാനിക്കാൻ കഴിയാത്തതാണ് എന്ന് പറയുന്നത്, നമുക്ക് പിന്നെ അതെന്താണ് എന്നുള്ളത് വിശദീകരിക്കാൻ കഴിയാത്തതാണ്. ദിസ് വ്യൂ ഹാസ് ബീൻ റിജക്റ്റഡ് ബൈ റിയലിസ്റ്റ്, ഈ ഒരു ആശയത്തെ റിയലിസ്റ്റ് സ്കൂളുകൾ എതിർത്തു. ഫൈൻഡ് റിയൽ നോളബിൾ ദ നെയിം, അവർ കാരണം റിയൽ സ്കൂളുകൾ എതിർക്കാൻ കാരണം എല്ലാ വസ്തുക്കളും റിയലാണ്, നോയബിളാണ്, നെയിമബിളാണെന്ന് റിയലിസ്റ്റിക് സ്കൂളുകൾ പറയുന്നത് കൊണ്ട് അവർ ഈ ആശയത്തെ എതിർക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇങ്ങനെ 7 കൺസെപ്റ്റുകൾ, വ്യൂ പോയിൻറ്റ്സ് ആണ് സ്കൂൾസ് ഓഫ് ഫിലോസഫീസ് ഇല്യൂഷനെ കുറിച്ച് വെച്ച് പുലർത്തുന്നത്. ദീസ് ആർ ദ ഡിഫറെൻറ്റ് വേയ്സ്, വ്യത്യസ്ത രീതികൾ ഇൻ വിച്ച് ദ ഡിഫറെൻറ്റ് സ്കൂൾസ് ഓഫ് ഇന്ത്യൻ ഫിലോസഫി ഹാവ് ട്രൈഡ് ടു എക്സ്പ്ലെയിൻ ദ കൺസെപ്റ്റ് ഓഫ് ഇല്യൂഷൻ എന്നുള്ള കൺസെപ്റ്റിനെ വ്യാഖ്യാനിക്കാൻ അവർ ഉപയോഗിച്ച രീതികളാണിത്. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് മെത്തഡോളജി യൂസ്ഡ് ഇൻ ഇന്ത്യൻ നോളജ് സിസ്റ്റത്തിൽ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യൻ നോളജ് സിസ്റ്റത്തിന് അവരുപയോഗിച്ചിട്ടുള്ള മെത്തഡോളജികൾ, അതിനെ രൂപപ്പെടുത്തുന്നതിന് അവരുപയോഗിച്ച മെത്തഡോളജികളെ കുറിച്ചാണ്. അതിൽ ഫസ്റ്റ് വൺ സിസ്റ്റം ബിൽഡിംഗ്. ഒന്നാമത്തെ സിസ്റ്റം ബിൽഡിംഗ് എന്നുള്ളത്. സിൻസ് ദ വേരിയസ് സ്കൂൾസ് ഓഫ് ഫിലോസഫി ആൻഡ് ദെയർ റെസ്പെക്റ്റീവ് നോളജ് സിസ്റ്റംസ് ഡെവലപ്ഡ് സിമിൾട്ടാനിയസ്ലി ആൻ ഇമ്പോർട്ടൻറ്റ് മെത്തഡോളജി ദ യൂസ്ഡ് വാസ് ദാറ്റ് ഓഫ് സിസ്റ്റം ബിൽഡിംഗ്. ഈ വ്യത്യസ്തമായ സ്കൂൾസ് ഓഫ് ഫിലോസഫീസും അവരുടെ റെസ്പെക്റ്റീവ് നോളജ് സിസ്റ്റങ്ങളെല്ലാം ഡെവലപ്പ് ചെയ്തത് ഒരേ സമയത്താണ് എന്നുള്ളതും പറഞ്ഞു. ആൻ ഇമ്പോർട്ടൻറ്റ് മെത്തഡോളജി ദ യൂസ്ഡ് വാസ്, അതിലൊക്കെ അവർ ഉപയോഗിച്ച ഒരു പ്രധാനപ്പെട്ട മെത്തഡോളജി എന്തായിരുന്നു, അത് നിർമ്മിക്കുന്നതിന് ഈ നോളജ് സിസ്റ്റം ഉണ്ടാക്കുന്നതിന് ഉപയോഗിച്ചിരുന്ന ഒരു മെത്തഡോളജി എന്തായിരുന്നു, സിസ്റ്റം ബിൽഡിംഗ് ആയിരുന്നു. Each school tried to carry forward its knowledge as well as the tradition, passing the knowledge from the teacher to school. ഓരോ സ്കൂളുകളും ശ്രമിച്ചത് അതിൻ്റെ നോളജിനെ കൈമാറാൻ, ആസ് വെൽ ആസ് ദ ട്രഡീഷൻ ഓഫ് ദ നോളജ്, പിന്നെ അവരുടെ പാരമ്പര്യത്തെ ഓഫ് പാസിങ് ദ നോളജ് ഫ്രം ടീച്ചർ ടു പീപ്പിൾ, ഒരു അധ്യാപകനിൽ നിന്ന്, ഒരു ഗുരുവിൽ നിന്ന് തൻ്റെ ശിഷ്യനിലേക്ക് കൈമാറുന്ന രീതിയിലാണ് എന്ത് ചെയ്തത്, അവരുടെ സിസ്റ്റങ്ങളെ അവർ ഷെയർ ചെയ്യാൻ, കൈമാറാൻ, നിലനിർത്താൻ ശ്രമിച്ചത്. അപ്പോൾ ഓരോ നോളജിനെയും അതിൻ്റെ ട്രഡീഷനെയും ഒരു അധ്യാപകൻ, ഒരു ഗുരു തൻ്റെ വിദ്യാർത്ഥിക്ക്, തൻ്റെ ശിഷ്യന് കൈമാറിക്കൊണ്ടാണ് അവരതിനെ മുന്നോട്ട് കൊണ്ടുപോയത്. ആസ് ദ ഡിഫറെൻറ്റ് സ്കൂൾസ് ആൻഡ് ദെയർ തിയറീസ് ഓഫ് നോളജ് കോഎക്സിസ്റ്റഡ്, ഈച്ച് ഓഫ് ദം നീഡഡ് ടു ഡിഫെൻഡ് ദെയർ ഐഡിയാസ് അഗെയിൻസ്റ്റ് അതർ സ്കൂൾസ് ആൻഡ് ഓൾസോ ടു ചാലഞ്ച് ദ അതർ സ്കൂൾസ്. ഓരോന്നും തങ്ങളുടെ സ്വന്തം തിയറികളെ അതിനുവേണ്ടി നിലനിന്നപ്പോൾ, ഡിഫറെൻറ്റ് സ്കൂൾസ് ആൻഡ് ദെയർ തിയറീസ് ഓഫ് നോളജ് കോഎക്സിസ്റ്റ്, തിയറികളും നിലനിന്ന സമയത്ത്, പരസ്പരം നിലനിന്ന സമയത്ത്, ഈച്ച് ഓഫ് ദം നീഡഡ്, ഓരോന്നിനും ആവശ്യമായി ടു ഡിഫെൻഡ് ദംസെൽവ്സ്, അതിനെ സ്വയം പ്രതിരോധിക്കാൻ, ദെയർ ഐഡിയാസ് അഗെയിൻസ്റ്റ് അതർ സ്കൂൾസ്, മറ്റ് സ്കൂളുകൾക്കെതിരെയുള്ള, ആൻഡ് ഓൾസോ ടു ചാലഞ്ച് ദ അതർ സ്കൂൾസ്, മാത്രമല്ല മറ്റു സ്കൂളുകളോടൊരു വെല്ലുവിളിയായിട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആശയങ്ങളോട് വെല്ലുവിളിയായിട്ട് വളർന്നു വരാനും എന്ത് ചെയ്തു, ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ്.
In order to defend themselves, the members of a school of philosophy would use their combined effort to build a strong system in which the central doctrines of the philosophical philosophy would be secure. ഈ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി, സ്വയം പ്രതിരോധം തീർക്കാൻ വേണ്ടി, ദംസെൽസ് ദ മെമ്പേഴ്സ് ഓഫ് സ്കൂൾ ഓഫ് ഫിലോസഫി വുഡ് യൂസ്, അവരുപയോഗിച്ച് ദെയർ കമ്പൈൻഡ് എഫേർട്ട്, ഒരു ശ്രമം, ഒന്നിച്ചുള്ള ശ്രമം, ടു ബിൽഡ് എ സ്ട്രോങ് സിസ്റ്റം, ഒരു സ്ട്രോങ് സിസ്റ്റം അവർ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ചു. ഇൻ വിച്ച് ദ സെൻട്രൽ ഡോക്ട്രിൻ ഓഫ് ദ ഫിലോസഫി വുഡ് ബി സെക്യൂർ. അതായത് ഈ ഫിലോസഫി, സ്കൂൾ ഓഫ് ഫിലോസഫിയുടെ ഏറ്റവും കേന്ദ്രീയമായിട്ടുള്ളൊരു സിദ്ധാന്തം ഉണ്ടാവും, ഒരു പ്രിൻസിപ്പിൾ ഉണ്ടാവും. അതിനെ സെക്യൂറാക്കി നിർത്തുന്നതിന് വേണ്ടിയുള്ള ഒന്നിച്ചുള്ള ശ്രമമാണ് എന്ത് ചെയ്തത്, ഓരോ ഫിലോസഫിയും ശ്രമിച്ചത് എന്ന്. The Vedas and the Upanishads directly or indirectly gave rise to the philosophical speculation in most schools. മിക്ക സ്കൂളുകളിലും അവരുടെ തത്വശാസ്ത്രപരമായ കാഴ്ചപ്പാടുകൾക്കുള്ള ഒരു വളർച്ച അവർക്ക് നൽകിയത് ഡയറക്റ്റായിട്ടോ ഇൻഡയറക്റ്റായിട്ടോ ഉപനിഷത്തുകളും വേദങ്ങളുമാണ്. അത് വേദങ്ങളും ഉപനിഷത്തുകളുമാണ് അവരുടെ വളർച്ചയ്ക്കുള്ള ഒരു വലിയൊരു സഹായമായത് എന്നത്. Then the exponent of each school wrote his own അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഫിലോസഫി ഇൻ ദ ഫോംസ് ഓഫ് സൂത്രാസ്. അതിനുശേഷം ഓരോ സ്കൂളുകളുടെ എക്സ്പോണൻറ്റുകളും അതിൻ്റെ ഉപജ്ഞാതാക്കളും അവർ ശ്രമിച്ചത് റോട്ട് ഹീസ് ഓൺ അണ്ടർസ്റ്റാൻഡിങ്, അവരുടെ സ്വന്തം ധാരണകളെ അവർ എഴുതാൻ തുടങ്ങി ഈ ഫിലോസഫിയെക്കുറിച്ച് ഇൻ ദി ഫോം ഓഫ് സൂത്രാസ്, അത് സൂത്രങ്ങളായിട്ട്. അതിനാണ് സൂത്ര എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ഫിലോസഫിയിലുള്ള സ്കോളേഴ്സും അവരുടെ ഈ മുമ്പുള്ള വേദങ്ങളുടെ ഉപനിഷത്തുകളുടെയൊക്കെ പുറമെ സ്വന്തം ആശയങ്ങളെ കൂട്ടിച്ചേർത്ത് എഴുതാൻ തുടങ്ങി. അതിനാണ് സൂത്രാസ് എന്ന് അറിയപ്പെടുന്നത്. വിച്ച് വർ ദ ഫസ്റ്റ് സിസ്റ്റമാറ്റിക് ലിറ്റററി എക്സ്പ്രഷൻസ് ഓഫ് ദെയർ ഐഡിയാസ്. അതായിരുന്നു ആദ്യത്തെ സിസ്റ്റമാറ്റിക് ലിറ്റററി എക്സ്പ്രഷൻസ് ഓഫ് ദെയർ ഐഡിയ. അവരുടെ ആശയങ്ങളുടെ സാഹിത്യ രീതിയിലുള്ള അവതരണം, അവർക്ക് എന്തെങ്കിലും വിവരമുണ്ടെങ്കിൽ, നോളജ് ഉണ്ടെങ്കിൽ അതിനെ സാഹിത്യ രീതിയിൽ ആദ്യമായി അവതരിപ്പിച്ചതാണെന്ത്, സൂത്രാസ് എന്നുള്ളത്. ദ നെക്സ്റ്റ് ലൈൻ ഓഫ് ദ ഫോളോവേഴ്സ് റോട്ട് ദെയർ ഓൺ കമൻട്രീസ് ഓൺ ദി സൂത്രാസ് കോൾഡ് ഭാഷ്യ. അപ്പോൾ സൂത്രാസ് എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. അതായത് ആദ്യത്തെ സിസ്റ്റമാറ്റിക് ലിറ്റററി എക്സ്പ്രഷൻസ് ഓഫ് ദ സ്കൂൾസ് ഓഫ് ഫിലോസഫീസ് ഐഡിയാസ്. അതായത് ഓരോ സ്കൂൾസ് ഓഫ് ഫിലോസഫി അവർ മുന്നോട്ട് വെച്ച ആശയങ്ങളുടെ സാഹിത്യമായ ഒരു വ്യവസ്ഥാപിതമായ അവതരണമായിരുന്നു സൂത്രാസ് എന്ന് പറഞ്ഞു. അതിനുശേഷം പിന്നെ ഒരുപാട് അതിനുശേഷം വന്ന അതിൻ്റെ പിന്മുറക്കാർ റോട്ട് ദെയർ ഓൺ കമൻട്രീസ്, അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ തുടങ്ങി ഓൺ ദീസ് സൂത്രാസ്, ഈ സൂത്രങ്ങളെക്കുറിച്ച്. അത്തരം അഭിപ്രായങ്ങളാണ് പിന്നീട് ഭാഷ്യാസ് എന്ന് പറഞ്ഞ പേരിൽ അറിയപ്പെട്ടത്. അതിൻ്റെ വ്യാഖ്യാനങ്ങൾ എന്നർത്ഥം. ആ സൂത്രങ്ങളുടെ വ്യാഖ്യാനങ്ങളാണെന്ത്, ഭാഷ്യാസ്. ഫർദർ ഡൗൺ ദ ലൈൻ, വീണ്ടും കുറേ മുന്നോട്ട് ഇങ്ങോട്ട് പോകുന്ന സമയത്ത് ദീസ് ഭാഷ്യാസ് വെർ കമൻറ്റഡ് അപ്പോൺ ദ റിസൾട്ടിങ് ലിറ്ററേച്ചർ. അതിന് ഈ ഭാഷകളെയും കൂടുതൽ കമൻട്രികൾ, അതിന് വ്യാഖ്യാനങ്ങളൊക്കെ വരാൻ തുടങ്ങി. അത് ആ ഒരു ലിറ്ററേച്ചറിൽ വന്ന വ്യാഖ്യാനങ്ങളാണ് വാസ് കോൾഡ് വർത്തികാസ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞത് സൂത്രങ്ങളാണ് ഓരോ സ്കൂൾസ് ഓഫ് ഫിലോസഫിയിലുള്ള സ്കോളേഴ്സും അവരുടെ ആശയങ്ങളെ, ഐഡിയോളജികളെ സാഹിത്യരൂപത്തിൽ ഉണ്ടാക്കുന്നതിന് വേണ്ടി അവർ ഉപയോഗിച്ചത് അറിയപ്പെടുന്നത് സൂത്രങ്ങളായിട്ടാണ്. അതിൻ്റെ വ്യാഖ്യാനങ്ങൾ ഭാഷ്യാസായിട്ടും ആ ഭാഷ്യാസിൻ്റെ വീണ്ടും കമൻട്രികൾ വന്നപ്പോൾ അത് വർത്തികാസ് എന്ന പേരിലും അറിയപ്പെട്ടു. ദ ലൈൻ ഓഫ് കമൻട്രീസ് കണ്ടിന്യൂഡ് ടു പ്രൊഡ്യൂസ് more commentaries and interpretations to the Vartikas, and so the system building continued through ages and central theory was preserved by the school. അപ്പോൾ ഈ ഒരു തുടർച്ച അത് തുടർന്നുകൊണ്ടേയിരുന്നു. വർത്തികാസിനും കൂടുതൽ കമൻട്രികൾ വരാൻ തുടങ്ങി. അത് കമൻറ്റേഴ്സ് കണ്ടിന്യൂ ടു പ്രൊഡ്യൂസ്, നിരന്തരം ഉണ്ടാവാൻ തുടങ്ങി. മോർ കമൻട്രീസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻസ് ടു ബി വർത്തികാസ്. അപ്പോൾ വർത്തികൾക്കും കൂടുതൽ കമൻട്രികളും ഇൻ്റർപ്രിട്ടേഷൻസൊക്കെ വന്നു. അത് സോ ദ സിസ്റ്റം ബിൽഡിംഗ് കണ്ടിന്യൂഡ്. അതുകൊണ്ട് തന്നെ ഈ സിസ്റ്റം ബിൽഡിംഗ് എന്നുള്ളത് തുടർന്നു. ത്രൂ ദി ഏജസ് ആൻഡ് സെൻട്രൽ തിയറി വാസ് പ്രിസർവ്ഡ് ബൈ. അപ്പോൾ കാലങ്ങളോളം ആ ഒരു തിയറി, ആ ഒരു സിസ്റ്റം ബിൽഡിംഗ് തുടർന്നു കൊണ്ടിരുന്നു. പക്ഷേ സെൻട്രൽ ഫിലോസഫി എന്നുള്ളതിന്, സെൻട്രൽ തിയറിയെ നിലനിർത്തിക്കൊണ്ട് അതിനെ അവിടെ പ്രിസർവ് ചെയ്തുകൊണ്ടാണ് ബാക്കി അതിൻ്റെ വ്യാഖ്യാനങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ ഒന്നാമത്തെ മെത്തഡോളജി എന്ന ഇന്ത്യൻ നോളജ് സിസ്റ്റത്തിൽ ഒന്നാമത്തെ അവരുടെ രീതി, നോളജ് ഉണ്ടാക്കുന്നതിനുണ്ടായിരുന്ന ഫിലോസഫികൾ ഉണ്ടാക്കിയ രീതി സിസ്റ്റം ബിൽഡിംഗ് ആണ്. ഒരു സിസ്റ്റം നിർമ്മിച്ചു വെക്കുക എന്നുള്ളതാണ്. അതിൽ സെക്കൻഡ് മെത്തഡോളജി പൂർവപക്ഷ എന്നുള്ളതാണ്. എ വെരി കോമൺ മെത്തഡോളജി എംപ്ലോയിഡ് ബൈ മോസ്റ്റ് സ്കൂൾസ് വാസ് ദാറ്റ് ഓഫ്
പൂർവപക്ഷം മിക്ക സ്കൂളുകളിലും നിലനിർത്തിയ ഒരു മെത്തഡോളജി പൂർവപക്ഷമായിരുന്നു. ദാറ്റ് ഈസ് ഇൻ ഗിവിങ് എ ഫുൾ എക്സ്പ്രഷൻ ഓഫ് ഇറ്റ്സ് ഫിലോസഫി, അതിൻ്റെ എല്ലാ എക്സ്പ്രഷനും ഫിലോസഫിയെക്കുറിച്ചുള്ള അതിൻ്റെ എല്ലാ എക്സ്പ്രഷനും ആളുകളിലേക്ക് ആശയാവതരണങ്ങളും ആളുകളിലേക്ക് നൽകുക. എന്നിട്ടോ എ സ്കൂൾ വുഡ് പ്രസൻറ്റ് ഇറ്റ്സ് ഓൺ ക്രിറ്റിസം, ആ സ്കൂൾ എന്ത് ചെയ്യും, അതിൻ്റെ തന്നെ ഒരു ക്രിറ്റിസം നൽകും, അതിൻ്റെ തന്നെ ഒരു വിമർശനവും അതിനെക്കുറിച്ച് റിവ്യൂസൊക്കെ നൽകും. ഇറ്റ്സ് ഓൺ ക്രിറ്റിസം പ്രിറ്റൻഡിങ് ദാറ്റ് ഇറ്റ് കെയിം ഫ്രം ദ ഒപ്പണൻ്റ് സ്കൂൾസ്. ഏത് രീതിയിൽ പ്രിറ്റൻഡിങ്, അതിനെ ഒരു നടിക്കുന്ന രീതിയിൽ, ഒരു നാട്യമായിക്കൊണ്ട് ദാറ്റ് ഇറ്റ് കെയിം ഫ്രം ദ ഒപ്പണൻ്റ് സ്കൂൾസ്, ഇതെന്ന് വന്നിട്ടുള്ളത് അതിന് നേരെ ഓപ്പോസിറ്റ് എതിരാളികളായിട്ടുള്ള സ്കൂളുകളിൽ നിന്ന് ഉണ്ടായതാണ് എന്ന രീതിയിൽ. ആൻഡ് ദ ഡെസ്ട്രോയ് ദ ഒപ്പണൻസ്, എന്നിട്ട് എന്ത് ചെയ്യണം, അതായത് മറ്റുള്ള ഇതിന് ഒപ്പണൻ്റായി കിടക്കുന്ന അതിനെ എതിർത്ത് വന്നതാണെന്ന് വരുത്തി തീർത്തുകൊണ്ടുള്ളതാണെന്ത് ആ ഒരു സിസ്റ്റം. എന്നിട്ടും ഒപ്പണൻറ്റിന് എന്ത് ചെയ്യുക, ഡെസ്ട്രോയ് ദ ഒപ്പണൻസ് പൊസിഷൻ, ആ ഒരു ഒപ്പണൻറ്റിൻ്റെ പദവിയെ അതിനെ ഇൻ വാട്ട് വാസ് കോൾഡ് ദ ഉത്തർപക്ഷ എന്നറിയപ്പെട്ട രീതിയിൽ, അതായത് ഇവരുടെ സ്വയം ഒരു ഫിലോസഫിയുമായിട്ട് വന്നാൽ അതിനെ എതിരെ ഒരു ഫിലോസഫി കൂടി അവരെന്ത് ചെയ്യുക, കൊണ്ടുവരിക. ഏത് രീതിയിൽ, ഒരു പ്രസൻറ്റ് ഇറ്റ്സ് ഓൺ ക്രിറ്റിസം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു വിമർശനം അവർ തന്നെ ഉണ്ടാക്കും. ഏത് രീതിയിൽ, അത് മറ്റുള്ള ഒപ്പണൻസിനെ തകർക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് എന്നർത്ഥം. മറ്റുള്ള അതിനെ വിമർശിച്ചുകൊണ്ട് വന്നതാണ് എന്ന് ബോധ്യപ്പെടുത്തണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി. എന്നിട്ട് ഓപ്പണൻസിൻ്റെ ആ പൊസിഷനെ കൃത്യമായി തകർക്കുക എന്നതായിരുന്നു ഈ ഒരു പൂർവപക്ഷ എന്നുള്ള മെത്തഡോളജിയിൽ അവർ സ്കൂൾസ് ചെയ്തത്. തേർഡ് വൺ, മെത്തഡോളജി ഓഫ് ഇന്ത്യൻ ഫിലോസഫി നോളജ് സിസ്റ്റത്തിൽ തേർഡ് വൺ ദ സയൻസ് ഓഫ് റീസണിങ് ആണ്. സയൻസ് ഓഫ് റീസണിങ് എന്ന് പറഞ്ഞാൽ യുക്തിശാസ്ത്രമാണ്. റീസണിങ് വാസ് ആൻ ഇമ്പോർട്ടൻറ്റ് മെത്തഡോളജി ഇനീഷ്യലി അഡോപ്റ്റഡ് ആൻഡ് പ്രൊമോട്ടഡ് ബൈ ദ ന്യായ സ്കൂൾ അഡോപ്റ്റ് ചെയ്യും, അതിനെ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്ത ഒരു മെത്തഡോളജിയാണ് എൻ്റെ പ്രധാനപ്പെട്ട മെത്തഡോളജി റീസണിങ്, യുക്തി എന്ന് പറയുന്നത്. ദി സ്കൂൾ വാസ് ഓൾസോ നോൺ ആസ് തർക്കശാസ്ത്ര. ഈ ഒരു സ്കൂളിന് ദ സയൻസ് ഓഫ് റീസണിങ് തർക്കശാസ്ത്ര എന്നും അറിയപ്പെട്ടു, ഓർ ദ സയൻസ് ഓഫ് റീസണിങ് എന്നുള്ള പേരിലും പറയും. ഇറ്റ് ഓൾസോ യൂസ്ഡ് ദ കൺസെപ്റ്റ് ഓഫ് ഫാലസി ഭാഷ എന്ന് പറഞ്ഞാൽ ഫാലസി എന്ന് പറഞ്ഞാൽ മിഥ്യാബോധം എന്നുള്ളൊരു കൺസെപ്റ്റ് ഇവർ ഉപയോഗിച്ചിട്ടുണ്ട് എന്നർത്ഥം. ഫാലസി എന്ന് പറഞ്ഞാൽ നമുക്ക് ചില മിഥ്യാധാരണ ബോധങ്ങളെന്ന് പറയുമല്ലോ, നമ്മളില്ലാത്തത് ഉണ്ട് എന്നുള്ള. ദ കൺസെപ്റ്റ് ഓഫ് റീസൺ സൂൺ ബിക്കെയിം പോപ്പുലർ. ഈ റീസൺ എന്നുള്ള കൺസെപ്റ്റ് വളരെ പ്രശസ്തമായി വിത്ത് ദ സെയിം അതർ സ്കൂൾസ് ആസ് വെൽ, മറ്റ് സ്കൂളുകളോട് കൂടെ തന്നെ. The methodology of reason is challenged by the dialect method which examines the pros and cons of question. ഈ ഒരു സയൻസ് ഓഫ് റീസണിങ് എന്നുള്ള ഈ ഒരു മെത്തഡോളജി അത് വെല്ലുവിളിക്കപ്പെട്ടത് ബൈ ദ ഡയലക്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ യുക്തിചിന്താപരമായിട്ടുള്ളത്. ഇതിൻ്റെ ഉദ്ദേശിക്കുന്നത് എന്താണ്, which examines the pros and cons of a question. ഒരു ക്വസ്റ്റ്യൻ്റെ പ്രോസും കോൺസിനും അന്വേഷിക്കുക എന്നുള്ള ആ രീതിയിൽ വന്ന ഡയലക്റ്റിക് മെത്തേഡാണ് ഇതിനൊരു വെല്ലുവിളിയായിട്ട് വന്നിട്ടുള്ളത് എന്നർത്ഥം. പ്രോസ് ആൻഡ് കോൺസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ കാര്യകാരണങ്ങളെ അന്വേഷിക്കുന്ന ആ ഒരു പരിശോധിക്കുക എന്നുള്ള രീതിയിൽ വന്നതോടുകൂടി ഈ ഒരു മെത്തേഡിനത് വെല്ലുവിളിയായി. ഫോർത്ത് വൺ, പ്രസംഗ എന്നുള്ള മെത്തഡോളജിയാണ്. എ മെത്തഡോളജി അപ്ലൈഡ് ബൈ മധ്യമക ബുദ്ധിസ്റ്റ് ഈസ് ദ ഡയലക്റ്റിക് മെത്തേഡ്. മധ്യമക ബുദ്ധിസ്റ്റുകൾ മുന്നോട്ട് വെച്ചത് ദ ഡയലക്റ്റിക് മെത്തേഡ് അല്ലെങ്കിൽ പ്രസംഗ മെത്തേഡ് പ്രൊപ്പൗണ്ടഡ് ബൈ നാഗാർജുന. ഇതിൻ്റെ ഉപജ്ഞാതാവ് നാഗാർജുന എന്നുള്ള അദ്ദേഹമാണ്. ദിസ് പ്രൊവൈഡ്സ് ടു ബേസിക് ആൾട്ടർനേറ്റീവ്സ്. ഇത് 2 ആൾട്ടർനേറ്റീവ്സിനെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ടു എനി ക്വസ്റ്റ്യൻ. ഏതൊരു ചോദ്യത്തിനും 2 ആൾട്ടർനേറ്റീവ്സ് അവർ നൽകുന്നുണ്ട്. ഒന്ന് ഇറ്റ്സ് അഫർമേഷനും ഓർ ഇറ്റ്സ് നെഗേഷനും. ഒന്ന് അത് ശരിയാണെന്ന് വെക്കലും, മറ്റൊന്നത് ശരിയല്ല എന്ന് വെക്കലും. ബേസ്ഡ് ഓൺ ദിസ് ദേ ഗിവ് 4 പോസിബിലിറ്റീസ്. ഈ അടിസ്ഥാനത്തിൽ 4 സാധ്യതകൾ നൽകി. ഇൻ വിച്ച് എ തോട്ട് ക്യാൻ ടേക്ക് പ്ലേസ്. ഒരു കാര്യത്തെക്കുറിച്ചുള്ള ചിന്തയിൽ 4 സാധ്യതകൾ അവർ പറയാൻ തുടങ്ങി. ഒന്നാമത്തെ സാധ്യത പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ദർ ഈസ് എ പോസിറ്റീവ് തീസിസ്, അതായത് ആ പറഞ്ഞത് ശരിയാണ്, ഒരു പോസിറ്റീവ് തീസിസ് ആണ് എന്നുള്ളത്. ബി, ഇറ്റ് ഈസ് ഒപ്പോസ്ഡ് ബൈ എ നെഗറ്റീവ് കൗണ്ടർ തീസിസ്, അത് ഇല്ല എതിരെ എങ്ങനെ അഭിപ്രായങ്ങളുണ്ട് എന്നുള്ള, അതിനെതിരെ ഒപ്പോസിറ്റ് ബൈ എ നെഗറ്റീവ് കൗണ്ടർ തീസിസ്, അതിനെതിരെ ഇങ്ങനെ ഒരു ഓപ്പോസിറ്റ് ആശയമുണ്ട് എന്നുള്ളതാണ് രണ്ടാമത്തത്. മൂന്നാമത്തെ സി,
ദീസ് ടു, അതിന് മൂന്നാമത്തെ ഒരു പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ദീസ് ടു ആർ ജോയിൻ്റ്ലി അഫേംഡ്. ഈ ഒന്നാമത്തതും രണ്ടാമത്തതും ശരിയല്ല എന്ന് പറഞ്ഞതും അതിനെ എതിർത്ത് പിന്നെ ശരിയാണ് എന്ന് പറഞ്ഞു, ഇത് രണ്ടും ജോയിൻ്റ്ലി അഫേംഡ് ആണ്, ഒരു ഉറപ്പിച്ചിട്ടുണ്ട്. എന്ത് ഇൻ എ തേർഡ് ആൾട്ടർനേറ്റീവ്, മൂന്നാമത്തെ ഒരു ആൾട്ടർനേറ്റീവായിട്ടുള്ള ബോത്ത് ഈസ് ആൻഡ് ഈസ് നോട്ട്, ശരിയാണ് ശരിയല്ല എന്നുള്ള മൂന്നാമത്തെ ഒരു ആൾട്ടർനേറ്റീവിൽ ഇതെന്ത് ചെയ്യുന്നു, ജോയിൻ്റ് ആണ് എന്ന് പറഞ്ഞു. നാലാമത് ദീസ് ടു ആർ ഡിനൈഡ്, ഇത് രണ്ടും പരസ്പരം എതിർക്കപ്പെട്ടിരിക്കുന്നു, അത് രണ്ടും ഇല്ല എന്നുള്ള രീതിയിൽ. ഇൻ ഫോർത്ത് ആൾട്ടർനേറ്റീവായിട്ട് നെയ്തർ ഈസ് നോട്ട് ഓർ ഈസ് ഓർ നോർ ഈസ് നോട്ട്, അത് ശരിയാണ് അത് ശരിയല്ല എന്ന് പറഞ്ഞ ആ കാര്യത്തെ പൂർണ്ണമായും എതിർക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നാലാമത്തൊരു പോസിബിലിറ്റിയും ഇവരെന്ത് ചെയ്യുന്നു, പ്രസംഗ സ്കൂൾ, മധ്യമക ബുദ്ധിസ്റ്റ് അവരുടെ മെത്തഡോളജി ആയിട്ടുള്ള പ്രസംഗ സ്കൂളിൽ അവർ അവതരിപ്പിക്കുന്നുണ്ട്. ഫിഫ്ത്ത് വൺ, സ്യാദവത. ദ ജൈന ഡോക്ട്രിൻ ഓഫ് സ്യാദവത ഓർ ദ തിയറി ഓഫ് റിലേറ്റിവിറ്റി. സ്യാദവത എന്ന് പറയുന്നത് തിയറി ഓഫ് റിലേറ്റിവിറ്റി, അത് ജൈന കൺസെപ്റ്റ്, ജൈന ഫിലോസഫിയുടെ ഒരു കൺസെപ്റ്റാണ്, അവരുടെ ഒരു മെത്തഡോളജി ഓഫ് അതിൻ്റെ തിയറി ഓഫ് റിലേറ്റിവിറ്റി ഓഫ് ജഡ്ജ്മെൻറ്റ് എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്. തിയറി ഓഫ് റിലേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ആപേക്ഷികത, ഓരോന്നിനെ താരതമ്യപ്പെടുത്തിക്കൊണ്ടുള്ള ഓഫ് ജഡ്ജ്മെൻറ്റ്, ഒരു കാര്യത്തെ തീരുമാനിക്കുക. ഈസ് എ മെത്തഡോളജി ദാറ്റ് ഈസ് ഇൻ ഡയറക്റ്റ് ഒപ്പോസിഷൻ. ഇത് നേരെ ഡയലക്റ്റ് ഓഫ് നാഗാർജുന, തൊട്ട് മുമ്പ് പറഞ്ഞ നാഗാർജുനൻ്റെ ഡയലക്റ്റിക് മെത്തഡോളജിയോട് നേരെ എതിരായി വന്ന ഒരു മെത്തഡോളജിയാണ് ഇത് എന്നർത്ഥം. തിയറി ഓഫ് റിലേറ്റിവിറ്റി ഓഫ് ജഡ്ജ്മെൻറ്റ്. അക്കോർഡിംഗ് ടു ദ ജൈനമാരുടെ അഭിപ്രായത്തിൽ റിയാലിറ്റി ഹാസ് ഇൻഫൈനൈറ്റ് ആസ്പെക്ട്സ്. റിയാലിറ്റിക്ക് എന്തുണ്ട്, ഇൻഫൈനൈറ്റ് ആസ്പെക്റ്റുകൾ എന്ന് പറഞ്ഞാൽ അപൂർണമായിട്ടുള്ള ചില ഘടകങ്ങളുണ്ട്. ആൻഡ് ഇൻ അവർ ഇഗ്നോറൻസ്, നമ്മളുടെ ഇഗ്നോറൻസിൽ വി കനോട്ട് പെർസീവ് ദം ഓൾ. നമ്മൾ ഇഗ്നോറൻ്റ് ആയിരിക്കുന്ന കാലത്തോളം നമുക്കൊരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ആ ഒരു ആസ്പെക്റ്റുകളെ, അപൂർണമായ ആസ്പെക്റ്റുകളെ തിരിച്ചറിയാൻ സാധിക്കില്ല എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പലതും ഇൻഫൈനറ്റ്, അപൂർണമാണ്, അതിനെ തിരിച്ചറിയണമെങ്കിൽ ഒരാൾ വിവരമുള്ള ആളായി മാറണം എന്നർത്ഥം. ഓൾ അവർ ജഡ്ജ്മെൻറ്റ്സ് ആർ കണ്ടീഷണൽ. നമ്മുടെ എല്ലാ ജഡ്ജ്മെൻറ്റ്, ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ഇതാണ് എന്ന് പറയുന്ന നമ്മുടെ നോളജുകളെല്ലാം അതെല്ലാം കണ്ടീഷണലാണ്. ആൻഡ് മെയ്ഡ് ഫ്രം എ പെർട്ടിക്കുലർ പോയിൻ്റ് ഓഫ് വ്യൂ, ഒരു പ്രത്യേക വ്യൂ പോയിൻറ്റിലൂടെ നിർമ്മിച്ചതാണ്. സോ വി വുഡ് ക്വാളിഫൈ അവർ ജഡ്ജ്മെൻറ്റ്സ്. അതുകൊണ്ട് തന്നെ നമ്മളൊരു കാര്യത്തെക്കുറിച്ചുള്ള നമ്മുടെ തീരുമാനങ്ങൾ, ജഡ്ജ്മെൻറ്റുകൾ നമ്മൾ ക്വാളിഫൈ ചെയ്യേണ്ടത് ബൈ യൂസിങ് ദ വേർഡ് സ്യത്ത്. സ്യത്ത് എന്ന് പറഞ്ഞ ആ വാക്ക് ഉപയോഗിച്ചു കൊണ്ടാണെന്നർത്ഥം. വിച്ച് മീൻസ് റിലേറ്റീവ്ലി സ്പീക്കിംഗ് എന്ന് പറഞ്ഞാൽ മറ്റൊന്നിനോട് റിലേറ്റീവായിക്കൊണ്ട് എന്ത് ചെയ്യുക, സംസാരിക്കുമ്പോൾ. ബേസ്ഡ് ഓൺ ദിസ് റിലേറ്റിവിറ്റി, ഈ ഒരു റിലേറ്റിവിറ്റിയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ദ ജൈനാസ് ഫോമുലേറ്റ് 7 ഫോംസ്. അവർ 7 രൂപങ്ങൾ, 7 ഫോംസ് ഓഫ് ജഡ്ജ്മെൻറ്റുകൾ അവരുണ്ടാക്കുന്നുണ്ട്. ആൻഡ് ജൈനിസം ആക്സെപ്റ്റ്സ് ഓൾ ഓഫ് ദീസ് ആർ ആസ് റിലേറ്റീവ്ലി പോസിബിൾ. ഈ ഓരോ 7 ജൈനിസം ആക്സെപ്റ്റ് ചെയ്യുന്നത് ഓൾ ഓഫ് ദീസ് ആസ് റിലേറ്റീവ്ലി പോസിബിൾ, ഓരോന്നും എന്തുണ്ട്, സാധ്യതയുണ്ട് എന്നുള്ള രീതിയിൽ ആക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് മെത്തഡോളജി ഓഫ് ദ മെത്തഡോളജി യൂസ്ഡ് ബൈ ദി സ്കൂൾസ് ഓഫ് ഫിലോസഫീസ് എന്നുള്ള വിഷയത്തിൽ പറയാനുള്ളത്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഇന്ത്യൻ ഫിലോസഫി എന്നുള്ള ആ മൊഡ്യൂൾ അവസാനിക്കുകയാണ്. ഇതിൽ കുറേ ഫിലോസഫിക്കൽ ടേമുകളും ഫിലോസഫികളുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളാണ് പറഞ്ഞതെങ്കിലും ഇനി മനസ്സിലാക്കി എടുക്കാൻ ചിലപ്പോൾ പ്രയാസം ഉണ്ടായേക്കാം. എങ്കിലും ഒരിക്കൽ കൂടി അത് കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവും. ഇനി അല്ലാത്ത പക്ഷം മനസ്സിലാവാത്ത ഏതെങ്കിലും ഭാഗങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് ചോദിക്കാം. കൃത്യമായ രീതിയിൽ ഞാനത് വ്യക്തമാക്കി തരാം. ഇതിന് നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ ഒരു ഭാഗത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കുറേ പോയിൻ്റ് വൈസിലാണ് പല കാര്യങ്ങളും പറഞ്ഞിട്ടുള്ളത്. അത് കൃത്യമായി തന്നെ ആ പോയിൻ്റ് വൈസിൽ അടയാളപ്പെടുത്തി നോട്ട് ചെയ്ത് വെച്ച് പരീക്ഷ വരുന്ന സമയത്ത് ആ ഒരു രീതിയിൽ അതിനെ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ കൃത്യമായിട്ടും ഈ ഭാഗത്തുനിന്ന്, അതായത് എസ് എ വരാറുണ്ട്, ഇന്ത്യൻ ഫിലോസഫി, സ്കൂൾസ് ഓഫ് ഇന്ത്യൻ ഫിലോസഫി എന്ന് പറഞ്ഞ ഒരു എസ് ഒക്കെ വരാറുണ്ട്. അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ളത് നിങ്ങൾക്ക് ഈ രീതി കൃത്യമായി തന്നെ കിട്ടും. അപ്പോൾ അത്തരം കാര്യങ്ങളൊന്ന് കൃത്യമായി നോട്ട് ചെയ്ത് വെക്കാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു. See you again, my dear students.